കാത്തിരുന്ന് ഒടുവിൽ ആ സ്വപ്ന കിരീടം നമുക്ക് സ്വന്തം. നീലാകാശത്തിനും നീലക്കടലിനുമിടയിൽ ഒരു നീലപ്പട ഇതാ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നു. ഉറങ്ങാത്ത മഹാനഗരം സാക്ഷി, ജുഹുവിലെ തിരകൾ പോലെ ആർത്തലച്ച ജനസാഗരം സാക്ഷി. ലോക ക്രിക്കറ്റിന്റെ രാജസിംഹാസനം ഒടുവിൽ ഇന്ത്യയുടെ പെൺകുട്ടികൾക്കും സ്വന്തം. ആരെയാണ് ആദ്യം വാഴ്ത്തേണ്ടത്? പകരക്കാരിയായി വന്ന് ഫൈനലിലെ മിന്നും താരമായ ഷഫാലി വർമ്മയെ, കലാശപ്പോരിലും ടൂർണമെന്റിലുടനീളം തിളങ്ങിയ ദീപ്തി ശർമ്മയെ, ഉജ്ജ്വല സെഞ്ചുറിയുമായി ഇന്ത്യക്ക് സെമിഫൈനലിൽ അവിശ്വസനീയ ജയം സമ്മാനിച്ച ജെമിമ റോഡ്രിഗസിനെ, ടീമിന്റെ നെടുംതൂണുകളായ ക്യാപ്റ്റൻ ഹർമൻപ്രീതിനെയോ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയെയോ? ഒരാളല്ല, ഇതൊരു ടീമായിരുന്നു. കാത്തിരുന്ന സ്വപ്ന നിമിഷത്തിലേക്ക് നടന്നു കയറിയ ടീം ഇന്ത്യ. രണ്ടു വട്ടം കലാശപ്പോരിൽ കണ്ണീരണിഞ്ഞവരാണ് ഇന്ത്യയുടെ പെൺമക്കൾ. ഊതിക്കാച്ചിയ സ്വപ്നങ്ങളെല്ലാം പലവട്ടം കയ്യെത്തും ദൂരെ കൈവിട്ടു. ക്രിക്കറ്റിലെ ദൈവവും രാജാവുമെല്ലാം ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റിൽ പിറന്നിട്ടു. വാഴ്ത്തുപാട്ടുകളില്ലാതെ ഇന്ത്യയുടെ പെൺമക്കൾ ഇവിടെ ക്രീസിൽ സ്വപ്നം വിതച്ചു. ആ സ്വപ്നം വിളയാൻ അവർ പതിറ്റാണ്ടുകൾ കാത്തിരുന്നു. മുമ്പൊരിക്കൽ കലാശപ്പോരിൽ കണ്ണീരണിഞ്ഞ ഹർമനും സ്മൃതിയും ദീപ്തിയും വീണ്ടും ആ ലോക കിരീടം കിനാവു കണ്ടു. കിനാക്കൾ ക്രിക്കറ്റ് ക്രീസിൽ പൂത്തുലയുന്ന രാവിനു കൂടിയാണ് മഹാനഗരമായ മുംബൈ സാക്ഷിയായത്. നവി മുംബൈയിൽ മഴ നനഞ്ഞ പിച്ചിലായിരുന്നു പ്രതീക്ഷകൾ തളിർത്തത്. അവിടെ അവർക്ക് കൂട്ടായത് പ്രതികാർ റാവലിന് പരുക്കേറ്റതുകൊണ്ട് മാത്രം ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം നേടിയ ഷഫാലി വർമ്മയും. ചരിത്രത്തിന്റെ തനിയാവർത്തനങ്ങൾക്കും ക്രിക്കറ്റ് ലോകം സാക്ഷിയായി. 1983 ഇന്ത്യൻ ക്യാപ്റ്റൻ കപിൽ ദേവിന്റെ നിർണായക ക്യാച്ചിലൂടെയാണ് ഇന്ത്യ ആദ്യമായി ലോക കിരീടം സ്വന്തമാക്കിയത്. വനിതാ ലോകകപ്പിലും കപിലിനെ പോലെ ക്യാപ്റ്റൻ ഹർമന്റെ നിർണായക ക്യാച്ചാണ് കന്നിക്കിരീടം ഉറപ്പിച്ചത്. 52 റൺസിന് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യൻ വനിതകൾക്ക് ലോകകപ്പ് സ്വന്തം. സ്വപ്നങ്ങളുടെ മഹാനഗരമാണ് മുംബൈ. ബോളിവുഡ് പിറന്ന മുംബൈ, ക്രിക്കറ്റിന്റെ ഈറ്റില്ലമായ മുംബൈ. അതേ മഹാനഗരത്തിന്റെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്കും മീതെ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയവാനിൽ നീലക്കുപ്പായമിട്ട് ഇന്ത്യയുടെ പെൺകുട്ടികൾ ജ്വലിച്ചു നിൽക്കുകയാണ്. അതെ, വനിതാ ക്രിക്കറ്റിനെ ഇനി ഇവിടെ ആരും എഴുതി തള്ളില്ല.